രാജിവെച്ചത് മാത്രമല്ല UDF-ന് നിരുപാധിക പിന്തുണയും പ്രഖ്യാപിച്ച് UDF-ന്റെ ഒരു സ്ഥാനാർത്ഥിയെ പുള്ളിയെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് പറയുന്നത്. അതൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ നമ്മളൊക്കെ കേട്ടു. അത് നമ്മുടെ മുമ്പിൽ ആ പ്രശ്നമൊന്നും ഇല്ലല്ലോ. വരുമ്പോ പറയാം മറുപടി. അല്ല, രാജിവെച്ചതല്ലേ ഉള്ളൂ. രാജി അക്സെപ്റ്റ് ചെയ്യണം, ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണം, ഇലക്ഷൻ കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കണം. ആ സമയത്ത് പറയാം അതിനുള്ള മറുപടി. അതല്ല, ഇപ്പൊ ഇലക്ഷൻ ഇല്ലല്ലോ. ഇലക്ഷൻ വരുമ്പോ പറഞ്ഞാൽ പോരെ. ഇല്ല, ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലല്ലോ. അൻവർ കോൺഗ്രസിൽ വരണമെന്നോ UDF-ൽ വരണമെന്നോ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടാൽ അപ്പോ കോൺഗ്രസും ആലോചിക്കും, UDF-ഉം ആലോചിക്കും. അത് അദ്ദേഹം പറഞ്ഞത് അതേപടി കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ. UDF-ന്റെ അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. അത് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെ ശക്തിയായിട്ട് എതിർത്തു. അത് മാത്രമല്ല, അൻവർ ആദ്യം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഇതിലേക്ക് വരുമെന്ന് സൂചന വന്നപ്പോൾ ഞാൻ പ്രതികരിച്ചല്ലോ. ഞാൻ പറഞ്ഞു, രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞ ഒരാളെ ഞങ്ങൾ ഒരിക്കലും UDF-ലേക്കോ കോൺഗ്രസിലേക്കോ സ്വാഗതം ചെയ്യില്ല. ആ അഭിപ്രായം തന്നെയാണ് അന്നും ഇന്നും എനിക്കുള്ളത്. ആ പ്രശ്നം ഞങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഞങ്ങൾ ആലോചിക്കും. അതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. അതിൽ അദ്ദേഹം ആലോചിക്കേണ്ട കാര്യം ഞാൻ എന്തിനാ പറയണത്. കോൺഗ്രസിലേക്ക് വരാൻ അദ്ദേഹം ആവശ്യപ്പെടുമ്പോഴല്ലേ അത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുള്ളൂ. അതെ, പിന്തുണയായിട്ട് ജാഥയ്ക്ക് മുദ്രാവാക്യം വിളിച്ചു വന്നാൽ ഞങ്ങൾ അവരെ ആരെങ്കിലും ഓടിക്കുമോ? ഇത് ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും പിന്തുണയ്ക്കണമെന്ന് ഞാൻ തന്നെ പറഞ്ഞല്ലോ. അത് ഗോവിന്ദ മാഷിന്റെ അഭിപ്രായം. എനിക്ക് ആ അഭിപ്രായമൊന്നുമില്ല. എന്റെ അഭിപ്രായം അൻവർ ഞങ്ങളെ കൂടെ വരുന്നു എന്ന് പറയുമ്പോൾ പറയാം. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ആയിക്കോട്ടെ, അത് പത്രസമ്മേളനത്തിൽ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ UDF-ന്റെ കൺവീനർക്കോ KPC പ്രസിഡന്റിനോ ഒരു മറുപടി പറയാൻ പറ്റുമോ? എന്ന് നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഞങ്ങൾ ആലോചിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. പാർട്ടി യോഗം കൂടിയല്ലേ ആലോചിക്കാൻ പറ്റൂ. മാധ്യമപ്രവർത്തകർ പറയുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? വേറെ ഒന്നുമില്ലല്ലോ. അതിലുണ്ടോ? സലീം മാലിക് ഞാനും നിങ്ങൾ പറഞ്ഞേ കേട്ടോളൂ. പറഞ്ഞത് ചാനലിലും പത്രത്തിലൊന്നും കഴിയില്ല. ആർക്കും ആരെയും കളിയാക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തില്ലേ?